അഖില കേരള വിശ്വകർമ്മ മഹാസഭ 1241 നമ്പർ ഉപ്പുതറ ശാഖയുടെ വാർഷിക പൊതുയോഗവും തെരഞ്ഞെടുപ്പ് നടന്നു. ഉപ്പുതറ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ഓഡിറ്റോറിയത്തിലാണ് വാർഷിക പൊതുയോഗം സംഘടിപ്പിച്ചത്. യോഗം പീരുമേട് താലൂക്ക് യൂണിയൻ സെക്രട്ടറി TC ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഉപ്പുതറ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ഓഡിറ്റോറിയത്തിലാണ് അഖില കേരള വിശ്വകർമ്മ മഹാസഭ ഉപ്പുതറ ശാഖയുടെ വാർഷിക യോഗം സംഘടിപ്പിച്ചത്. വിശ്വകർമ്മ മഹാസഭയുടെ സമര പോരാട്ടങ്ങളുടെ ഭാഗമായിട്ടാണ് കേന്ദ്ര ഗവൺമെന്റ് ജാതി തിരിച്ചുള്ള സെൻസസ് എടുക്കാൻ തീരുമാനമെടുത്തത്. ഇത് വളരെയധികം സൗഹൃദാർഹമാണെന്നും യോഗം ഉദ്ഘാടനം ചെയ്ത പീരുമേട് താലൂക്ക് യൂണിയൻ സെക്രട്ടറി TC ഗോപാലകൃഷ്ണൻ പറഞ്ഞു. അതിനകത്ത് PM വിശ്വകർമ്മ യോജന എന്നാണ് എഴുതിയത്. അതായത് ഒരു ജാതി പേര് തന്നെ കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേന്ദ്ര ഗവൺമെന്റ് നല്ലൊരു കൈയ്യിൽ കൊടുക്കണ്ടാണ്. രണ്ടാമത് നമ്മുടെ അഖില കേരള വിശ്വകർമ്മ മഹാസഭയുടെ സംസ്ഥാന പ്രസിഡന്റായിരുന്ന PR ദേവദാസിന്റെ അഹോരാത്രമായ ഒരു സങ്കല്പവും ലക്ഷ്യമായിരുന്നു നമ്മുടെ ജാതി അടിസ്ഥാനത്തിൽ സെൻസസ് എടുക്കണമെന്നുള്ളത്. കാലാകാലങ്ങളായി പറയുമ്പോഴത്തേക്ക് നമ്മുടെ വിമത സംഘടനകൾ പറഞ്ഞു ഇദ്ദേഹത്തിന് വട്ടാണ്, ഇതൊന്നും നടപടിയുണ്ടാകുന്ന കേസ് ഇദ്ദേഹത്തിന് വട്ടാണ്. കാരണം നമ്മളെ സംബന്ധിച്ചോളം ഇപ്പോഴും 3% നമ്മൾ കിടക്കുന്നത്. 30, 70, 99 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30 പേരെ എടുത്താൽ ഒരു വിശ്വകർമ്മത്തിന് ജോലി കിട്ടുള്ളൂ. പിന്നെ എടുക്കണമെങ്കിൽ 70 പേരെ എടുത്താൽ ഒരു വിശ്വകർമ്മത്തിന് ജോലി കിട്ടുള്ളൂ. പിന്നെ 99 പേരെ എടുത്താൽ മാത്രമേ ഒരു വിശ്വകർമ്മത്തിന് കിട്ടുള്ളൂ. അന്നത്തെ വ്യവസ്ഥ അനുസരിച്ച് ഭരണകർത്താക്കൾ വളരെ കുതന്ത്രം ഉപയോഗിച്ചാണ് അങ്ങനെ ഒരു സംവിധാനം ഉണ്ടാക്കിയിരിക്കുന്നത്. കാലങ്ങളായി അഖില കേരള പരമ്പരാഗത തൊഴിൽ ചെയ്യുന്ന വിശ്വകർമ്മജരുടെ പുരോഗതിക്ക് വേണ്ടി നിരന്തരമായ സമര പോരാട്ടങ്ങൾ കാഴ്ചവെച്ചതിന്റെ ഭാഗമായാണ് കേന്ദ്ര സർക്കാർ ജാതി തിരിച്ചുള്ള സെൻസസ് എടുക്കണം എന്ന് തീരുമാനമെടുത്തത്. ഇത് അങ്ങേയറ്റം അഭിനന്ദനാർഹമാണെന്നും യോഗത്തിൽ സംസാരിച്ചവർ പറഞ്ഞു. വീരമൃത്യു സംഭവിച്ച വീരജവാന്മാർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ച ശേഷമാണ് യോഗം ആരംഭിച്ചത്. വാർഷിക യോഗത്തിൽ യൂണിയൻ വൈസ് പ്രസിഡന്റും ശാഖാ പ്രസിഡന്റുമായ M. സോമൻ അധ്യക്ഷത വഹിച്ചു. മുൻ സെക്രട്ടറി അജേഷ്, രാജൻ എന്നിവർ സംസാരിച്ചു. ഇടുക്കി വിഷൻ ന്യൂസ്, ഉപ്പുതറ.